നമുക്കറിയാം 471 ദിവസത്തെ അതിശക്തമായ യുദ്ധത്തിന് ശേഷം ഒരാശ്വാസം എന്നോണമാണ് കഴിഞ്ഞ ജനുവരി 19 ഗാസയിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. എന്നാൽ ആ വെടിനിർത്തൽ കരാറിൻ്റെ അവസാന ഘട്ടം 6 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും അതിനു പകരമായി 602 ഫലസ്തീനികളെ വിട്ടയക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ ചതിച്ചുകൊണ്ട് പിന്മാറുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിക്കുകയും രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കേണ്ടതിൽ നിന്ന് ഇവരെ പുറത്തുവിടാതെ ഞങ്ങൾ യാതൊരുവിധ ചർച്ചയ്ക്കില്ല എന്ന് ഹമാസ് വളരെ ശക്തമായി തീരുമാനമെടുത്തതിൻ്റെയും ഫലമായി ഇപ്പോൾ വെടിനിർത്തൽ കരാർ നിന്നുപോയിരിക്കുകയാണ് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും മിഡിൽ ഈസ്റ്റിൻ്റെ അമേരിക്കൻ പ്രതിനിധി, ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി ഈ കാരണം കൊണ്ട് തന്നെ ഇസ്രയേൽ സന്ദർശിക്കുന്നതിൽ നിന്ന് വൈകിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമാണ് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ട് വെള്ളിയാഴ്ചക്കകം ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന ഭീഷണിയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന്, നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് രാത്രി 11 മണിക്ക് ഹമാസ് 4 ബന്ദികളുടെ ശവശരീരങ്ങൾ ഇസ്രയേലിന് കൈമാറുകയും അതിന് പകരമായി ഈ പിടിച്ചുവെച്ച ഈ പരസ്യമായി ബന്ദികളെ ഹമാസ് വിടുന്നത് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇവരെ ആരെയും വിടില്ലെന്ന് പറഞ്ഞ് ഇസ്രയേൽ ചതിച്ചുകൊണ്ട് കരാർ ലംഘനം നടത്തിക്കൊണ്ട് പിടിച്ചുവെച്ച 602 ഫലസ്തീനികളെയും പുറത്തുവിടുമെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ ഞാനിത് സംസാരിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഞാൻ നാളെ രാവിലെയായിരിക്കും ഇത് നിങ്ങൾക്ക് സംപ്രേഷണം ചെയ്യുന്നതെങ്കിൽ അപ്പോഴേക്ക് ഇസ്രയേൽ ഈ 4 ബന്ദികൾക്ക് പകരമായി ഫലസ്തീനികളെ വിട്ടയക്കുമോ അല്ലെങ്കിൽ വീണ്ടും ചതിക്കുമോ എന്ന കാര്യത്തിലും ലോകത്തിന് വളരെ ഭീതിയുണ്ട്. കാരണം ജൂതരാഷ്ട്രമായ ടെററിസ്റ്റ് കൺട്രി എന്ന് നമുക്ക് വിളിക്കപ്പെടാവുന്ന ഈ ഇസ്രയേൽ ഏത് ചതിയിൽ ഏർപ്പെടുവാനും എന്തിനും മടിക്കാത്ത ഒരു രാജ്യമാണെന്നും ഒരു ഭീകര പ്രധാനമന്ത്രിയാണ് നെതന്യാഹു എന്നും ഉള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതുവരെ ഈ ഒന്നാം ഘട്ട വെടിനിർത്തൽ കൊണ്ട് എന്തൊക്കെയാണ് ഗാസയിൽ സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ 33ഓളം വരുന്ന ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും 2000-ലധികം ഫലസ്തീനികളെ ഇസ്രയേലി ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കുവാനും ഈ കരാർ നിലവിൽ വന്നതോടുകൂടി ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ നിലവിൽ വന്ന ഈ കരാർ കൊണ്ട് ഉപകാരമായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗാസയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രയേലി പട്ടാളത്തെ തിരിച്ചു വിളിക്കുകയും അവർ അവിടം വിട്ടു പോകുകയും അതുപോലെ നെറ്റ്സാരിം കോറിഡോർ വടക്കൻ ഗാസയെയും അതുപോലെ തെക്കൻ ഗാസയെയും ഒന്നിപ്പിക്കുന്ന, അതിനെ വിടർത്തിക്കൊണ്ട് ഇസ്രയേൽ ഉണ്ടാക്കിയ സൈനിക പോസ്റ്റുകൾ നിർമ്മിച്ചുണ്ടാക്കിയ വലിയ ഗാസയെ രണ്ടായി മുറിക്കുന്ന ഈ നെറ്റ്സാരിം കോറിഡോറിൽ നിന്ന് IDF പട്ടാളം ഒഴിഞ്ഞു പോകുകയും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട സഹായങ്ങൾ ഗാസയിലേക്ക് ഈജിപ്ത് ഗാസ ബോർഡർ വഴി കടന്നു ചെല്ലുകയും അങ്ങനെ ഗാസക്കാവശ്യമായ ഭക്ഷണവും താൽക്കാലിക വീടും അതുപോലെ ക്ലീൻ ചെയ്യുന്ന ബുൾഡോസറും മറ്റുമൊക്കെ JCBയും മറ്റ് വിഷയങ്ങളൊക്കെ ഗാസയിലേക്ക് കടന്നു ചെല്ലുകയും മറ്റ് വിഷയങ്ങളൊക്കെ ഈ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാറിലൂടെ നിലവിൽ വന്നു എന്നുള്ളതാണ്. എന്നാൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് ചർച്ച പോകാതെ ഒന്നാം ഘട്ട ഈ കരാറ് തന്നെ നീട്ടിക്കൊണ്ടുപോകുകയും തങ്ങളുടെ ഹമാസിൻ്റെ പക്ഷത്തുള്ള 63 ബന്ദികളെ കൂടി വിട്ടുകിട്ടുവാനുള്ള പരിശ്രമത്തിലാണ് ഇസ്രയേൽ ഉള്ളതെന്നും നമുക്കറിയാം. എന്നാൽ ആ പരിശ്രമത്തിനൊടുവിലും രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് അതിനിർണായകമായ വിഷയങ്ങൾ വരുന്നത് കൊണ്ട് കൂടിയാണ് ഈ ചർച്ച ചെയ്യാതെ തന്നെ ഒന്നാം ഘട്ടം നീട്ടിക്കൊണ്ടുപോയി പരമാവധി ബന്ദികളെ തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന് ഇസ്രയേൽ മുതിരുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇസ്രയേൽ ഇഷ്ടപ്പെടാത്ത ഏറ്റവും സുപ്രധാനമായ ചില ചർച്ചകളാണ് രണ്ടാം ഘട്ട ചർച്ചയിൽ കടന്നു വരാൻ പോകുന്നത്. അതായത് ഗാസയുടെ ഭരണം ഇതുവരെ നടന്നതുപോലെ ഹമാസിൻ്റെ കയ്യിൽ തന്നെ നിൽക്കണമെന്നും അതുപോലെ തന്നെ ഗാസയുടെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രയേലിൻ്റെ എല്ലാ പട്ടാളങ്ങളും നിരുപാധികം തിരിച്ചു പോകണമെന്നുമുള്ള അതിസുപ്രധാനപരമായ ഇസ്രയേലിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, തീരെ ഇഷ്ടപ്പെടാത്ത ചില നിർദ്ദേശങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇസ്രയേലിന് ഇഷ്ടപ്പെടാത്ത, നെതന്യാഹുവിൻ ആഗ്രഹിക്കാത്ത
യുദ്ധത്തിൽ പൂർണ്ണമായും ഇസ്രയേൽ പരാജയപ്പെട്ടു, ഹമാസിൻ്റെ മുന്നിൽ കീഴടങ്ങി എന്ന് പറയേണ്ടി വരുന്ന ചില ഇത്തരം നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് കൂടിയാണ് രണ്ടാം ഘട്ട ചർച്ചയിൽ നിന്ന് തെന്നിമാറിപ്പോകുവാൻ, പിന്നോട്ട് വലിയാൻ ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നും തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ ഈ രണ്ടാം ഘട്ട ചർച്ച അലസിപ്പോകുകയും ഇനിയും ഹമാസും ഇസ്രയേലും തമ്മിൽ ഒരു കരാറിൽ എത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും യുദ്ധം തുടങ്ങുമോ എന്ന ഭീതിയാണ് ലോകത്തെ സമാധാന പ്രേമികൾ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതെ വയ്യ. 471 ദിവസത്തെ അതിശക്തമായ ബോംബർ വിമാനങ്ങളെ കൊണ്ടുള്ള ബോംബ് വർഷങ്ങൾ കൊണ്ട് ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം 48,000-ൽ പരം ആളുകളെയാണ് ഇസ്രയേൽ അവിടെ കൊന്നൊടുക്കി കളഞ്ഞത്. ഈ ഭീകരരാഷ്ട്രത്തിൻ്റെ പ്രവർത്തനം ഗാസയിലെ 60%-ലധികം കെട്ടിടങ്ങളെയും താമസ സ്ഥലങ്ങളെയും ഇല്ലാതാക്കുകയും ഗാസ ഒരു തരിശു ഭൂമിയാക്കുകയും ചെയ്തു. ഇനിയും ഇത്തരത്തിൽ മറുവിഭാഗത്തിൻ്റെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യോമാക്രമണങ്ങൾ താങ്ങുവാനുള്ള കഴിവ്, ശേഷി ഗാസക്കുണ്ടോ എന്നുള്ള ഒരു വിഷയമാണ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഇടയിൽ സ്വതന്ത്ര രാഷ്ട്രമെന്ന, ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമെന്ന ആശയം ലോകത്തെ പല വൻ ശക്തി രാജ്യങ്ങൾ പോലും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും രണ്ടാം ഘട്ട ചർച്ച ഉടനടി നടക്കുകയോ ഒന്നാം ഘട്ട ഈ വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടു പോകുകയോ മറ്റോ ചെയ്തില്ലെങ്കിൽ ഗാസയിൽ ഒരു യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യത്തിലും ഹമാസും ഇസ്രയേലും തികച്ചും വിട്ടുകൊടുക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ കരാറിൻ്റെ യാതൊരുവിധ ചർച്ചക്കും ലംഘനം നടത്തുന്ന ഇസ്രയേലിനോടില്ലെന്ന് ഹമാസ് തറപ്പിച്ചു പറയുകയും കരാറിലേക്ക് ഞങ്ങൾ പറയുന്നത് പോലെ എത്തിയില്ലെങ്കിൽ വീണ്ടും യുദ്ധം തുടരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇരുവിഭാഗവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ രണ്ടാം ഘട്ട ചർച്ച ഉടനടി ആരംഭിക്കുമെന്നും ആ ചർച്ചയിൽ വൻ പുരോഗതി ഉണ്ടാകുമെന്നും ഗാസയുടെ മണ്ണിൽ നിന്ന് ഇസ്രയേലിൻ്റെ പട്ടാളങ്ങൾ പൂർണ്ണമായും പിൻവലിയുമെന്നും തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം വിടാം. നമുക്ക് വീണ്ടും കാണാം.